നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആന്റോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി പുനഃസംഘടനയ്ക്ക് തുടക്കമായി. 2016 കോൺഗ്രസ് ബൂത്തുകളിൽ കമ്മിറ്റി രൂപീകരണം നടന്നു. പുതുക്കാട് കാഞ്ഞൂപ്പാടത്ത് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്ക്. മദ്യം വിൽക്കുന്നവരോ കഴിക്കുന്നവരോ ഗുരുദേവന്റെ ശിഷ്യരല്ലെന്ന് ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി ഗുരുപ്രസാദ് സ്വാമികൾ. മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ നശിപ്പിക്കുകയാണെന്നും സ്വാമികൾ. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് കൈവന്നിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. സംഘടനാ ഭാരവാഹികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് ഉചിതമെന്നും മന്ത്രി. കുന്നംകുളം കരിക്കാടിൽ സ്വകാര്യ ബസ് ഓട്ടോയിലിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ബസിന്റെ അമിത വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് പാർട്ടി പുനഃസംഘടനയ്ക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് ജില്ലയിൽ ബൂത്ത് തല കമ്മിറ്റി രൂപീകരണം നടന്നു. ജില്ലയിൽ 2016 കോൺഗ്രസ് ബൂത്തുകളിലാണ് കമ്മിറ്റി രൂപീകരണം നടന്നത്. 7 ബൂത്ത് ഭാരവാഹികൾ അടക്കം 15 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. പുതുക്കാട് കാഞ്ഞൂപ്പാടത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. റിട്ടേണിംഗ് ഓഫീസർ പറപ്പുള്ളി ജെയിംസ്, സഹോദരൻ റോബർട്ട്, പയ്യപ്പിള്ളി ആന്റണി, സിജു, സിൻഡോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗത്തിലുമുള്ളവർ ഭാരവാഹിത്വം തങ്ങൾക്ക് ലഭിക്കണമെന്ന് തർക്കിച്ചതാണ് സംഘർഷത്തിന് കാരണം. ഇതുമൂലം കാഞ്ഞൂർ വാർഡിൽ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെട്ടു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ 16 ബൂത്തുകളിൽ 15 എണ്ണത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 12 ബൂത്ത് A വിഭാഗവും 3 ബൂത്ത് I വിഭാഗവും കരസ്ഥമാക്കി. കയ്പമംഗലം, ചളിങ്ങാട് ബൂത്തിലും കൊരട്ടി, ആറ്റപ്പാടം ബൂത്തിലും പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. മദ്യം വിൽക്കുന്നവരോ കഴിക്കുന്നവരോ ഗുരുദേവന്റെ ശിഷ്യരല്ലെന്നും ഗുരുദേവന്റെ പാത പിന്തുടരുന്നവരല്ലെന്നും ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി ഗുരുപ്രസാദ് സ്വാമികൾ പറഞ്ഞു. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ മധ്യമേഖലാ കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ നശിപ്പിക്കുകയാണ്. മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ കുടുംബവും സമൂഹവും രാഷ്ട്രവും പുരോഗതി കൈവരിക്കുകയെന്നും സ്വാമി പറഞ്ഞു. സഭ കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് MB മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ശ്രീമദ് കരുണാകരാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സഭ രജിസ്ട്രാർ BT ശശീന്ദ്രൻ, ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ LP അനിൽകുമാർ, കേന്ദ്ര സമിതി കോർഡിനേറ്റർ KS ജെയിൻ, കൊടപ്പുള്ളി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് കൈവന്നിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച K കരുണാകരൻ മെമ്മോറിയൽ അക്കാദമിക് എക്സലൻസ് അവാർഡ് തൃശൂരിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാ ഭാരവാഹികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് ഉചിതമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AK സുരേഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ മന്ത്രി KP വിശ്വനാഥൻ, ഡെപ്യൂട്ടി മേയർ PB സരോജിനി, മുൻ മേയർ IP പോൾ, കൗൺസിലർമാരായ പ്രൊഫസർ അന്നം ജോൺ, P സരളാദേവി, KK വൈദേഹി, അഡ്വക്കേറ്റ് സ്മിനി ഷിജോ, കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K ഗിരീഷ് കുമാർ, TTA ചെയർമാൻ K രാധാകൃഷ്ണൻ, DCC സെക്രട്ടറി ജോസ് വള്ളൂർ, CN ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെയാണ് ചടങ്ങിൽ അവാർഡുകൾ നൽകി അനുമോദിച്ചത്. കരിക്കാടിൽ സ്വകാര്യ ബസ് ഓട്ടോയിലിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കുന്നംകുളം പോലീസ് കേസെടുത്തു. ബസിന്റെ അമിത വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ചു. കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ബസ് ഓട്ടോയിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന ഓട്ടോയെ 10 മീറ്ററോളം വലിച്ചു കൊണ്ടുപോയ ശേഷമാണ് ബസ് നിന്നത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയായിരുന്നു അപകടം. പാവിട്ടപ്പുറം സ്വദേശി കല്ലുമ്മൽ വളപ്പിൽ 65 വയസ്സുള്ള കുഞ്ഞുമോൻ എന്ന യൂസഫ്, ചീയാനൂർ സ്വദേശി 38 വയസ്സുള്ള ഷാജി എന്നിവർ സംഭവസ്ഥലത്തും, ഓട്ടോ ഡ്രൈവർ എടപ്പാൾ സ്വദേശി 40 വയസ്സുള്ള ഹസൻ എന്ന ബായി, ചങ്ങരംകുളം സ്വദേശി പടിഞ്ഞാറേക്കര വീട്ടിൽ 35 വയസ്സുള്ള അസീസ് എന്നിവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത്. പരിക്കേറ്റ ഓട്ടോ യാത്രക്കാരായ പഴഞ്ഞി സ്വദേശി വിജയൻ, ഒതളൂർ സ്വദേശി സുദർശൻ എന്നിവർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽപ്പെട്ട ഓട്ടോയ്ക്ക് പുറകിൽ ബൈക്ക് ഇടിച്ചു മറിഞ്ഞ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ കരിക്കാട് സ്വദേശി കൃഷ്ണദാസിനെ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.
നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശങ്കാജനകമായ മണിക്കൂറുകൾക്ക് ഒടുവിലാണ് മരിച്ചവരെയും പരിക്കേറ്റവരെയും തിരിച്ചറിഞ്ഞത്. കരിക്കാടിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മോട്ടോർ വാഹന വകുപ്പിന് തലവേദനയാകുന്നു. വാഹനത്തിന്റെ അമിതവേഗമാണ് അപകട കാരണമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. കുറ്റിപ്പുറം മുതൽ വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്ന് യാത്രക്കാരിൽ ചിലർ പറയുന്നു. എന്നാൽ ഇതിൽ സ്പീഡ് ഗവേണർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസും ട്രാൻസ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാഹനം പരിശോധിച്ച ഉദ്യോഗസ്ഥരും പറയുന്നു. 1 മാസം മാത്രം പഴക്കമുള്ള ബസിന്റെ എഞ്ചിനിൽ തന്നെ സ്പീഡ് ഗവേണർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത് മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ സെൻസറുകൾ ബസിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമാക്കുമെന്നാണ് പറയുന്നത്. ഇത്രയും സങ്കീർണമായ സെൻസറുകളെ മറികടന്ന് മറ്റാർക്കും കണ്ടെത്താനാകാത്ത വിധം സ്പീഡ് ഗവേണറിന്റെ പ്രവർത്തനം നിലപ്പിച്ചാണോ ബസ് സർവീസ് നടത്തിയത് എന്ന ആശങ്കയിലാണ് പോലീസും വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും. തീർത്തും സങ്കീർണമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാണ് ബസ് സർവീസ് നടത്തിയതെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടികൾ ഉണ്ടായേക്കും. 65 കിലോമീറ്ററാണ് ഹെവി വാഹനങ്ങൾക്ക് സംസ്ഥാനത്തെ വേഗപരിധിയെങ്കിലും ഇൻപുട്ട് സ്പീഡ് ഗവേണറുകളിൽ 80 കിലോമീറ്റർ വരെ വേഗം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു. ഇതിപ്പോഴും തർക്കവിഷയമായി നിലനിൽക്കുകയാണ്. കോഴിക്കോട് തൃശൂർ മേഖലയിലെ ബസ്സുകളിൽ സ്പീഡ് ഗവേണർ ഘടിപ്പിച്ചിട്ടുണ്ടെന്നത് ഈ മേഖലയിലെ ഒരു ബസ് യാത്രക്കാരും അംഗീകരിക്കുന്നില്ല. കാരണം പ്രധാന റോഡുകളിലെല്ലാം സ്വകാര്യ ബസ്സുകളുടെ വേഗം 100 കിലോമീറ്ററോളമാണ്. ഇത് ഉദ്യോഗസ്ഥരുമായുള്ള ഒത്തുകളിയാണെന്നാണ് യാത്രക്കാരുടെ പക്ഷം. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. വാർത്തകൾ തുടരുന്നു. താണിപ്പാടം 10-ാം കല്ലിൽ മധ്യവയസ്കയെ കെട്ടിയിട്ട് വീട് കൊള്ളയടിച്ച സംഭവത്തിൽ അന്വേഷണം മധുരയിലേക്ക് വ്യാപിപ്പിച്ചു. സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച വിരലടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മധുരയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന മധുരയിലെ തേവർ വിഭാഗത്തിൽപ്പെട്ട മോഷണ സംഘമാണ് താണിപ്പാടം കവർച്ചയ്ക്ക് പിന്നിലെന്ന് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. 4 അതിൽ കൂടുതലായോ എത്തുന്ന സംഘം കവർച്ചയ്ക്ക് ശേഷം പിരിയുകയാണ് ചെയ്യുന്നത്. വൻ കവർച്ചകൾ ഇത്തരം സംഘം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ 2 തവണ മാത്രമാണ് ഈ സംഘം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായിട്ടുള്ളതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തിന്റെ 2 ദിവസം മുൻപ് വരെ കേബിൾ കുഴിയെടുക്കാനെത്തിയ തമിഴ് സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് നേരത്തെ സംശയം ഉണ്ടായിരുന്നുവെങ്കിലും മധുരയിലെ കവർച്ചക്കാർക്കാണ് പങ്കുള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജൂലൈ 23-നാണ് 10-ാം കല്ല് താണിപ്പാടം തലൂക്കാരൻ ഏലിയാമ്മയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയത്. കാർഷിക സമൃദ്ധിയുടെ വരവറിയിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഇല്ലം നിറ ആഘോഷിക്കും. രാവിലെ 6:00-നും 8:00-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പുതിയതായി കൊയ്തെടുത്ത കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ച് പൂജ ചെയ്ത് ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിറയ്ക്കുന്നതാണ് ചടങ്ങ്. തുടർന്ന് കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. പ്രസാദമായി ലഭിച്ച കതിരുകൾ ഭക്തർ വർഷം മുഴുവനും സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും സൂക്ഷിക്കും. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ, മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ഒരു കെട്ട് കതിർക്കറ്റ പട്ടിൽ പൊതിഞ്ഞ് ഓട്ടുരുളിയിലാക്കി ശ്രീകോവിലിനുള്ളിൽ എത്തിച്ച് ഗുരുവായൂരപ്പന് നിറയ്ക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. ഇല്ലനിറയ്ക്ക് ശേഷമുള്ള തൃപ്പുത്തിരി ചടങ്ങ് 15-നാണ്. പുതിയതായി കൊയ്തെടുത്ത നെല്ലിന്റെ അരി കൊണ്ട് തയ്യാറാക്കിയ പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്നതാണ് ചടങ്ങ്. ഉപ്പുമാങ്ങയും പത്തിലക്കറിയും ഉച്ചപൂജയ്ക്ക് ഭഗവാന് നിവേദിക്കുന്നതും തൃപ്പുത്തിരിയുടെ പ്രത്യേകതയാണ്. മാർ തിമോത്തിയോസ് മെട്രോപൊളിറ്റൻ മെമ്മോറിയൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്തയുടെ 13-ാം ചരമവാർഷികാചരണവും അനുസ്മരണ സമ്മേളനവും നടത്തി. കിഴക്കേക്കോട്ട് കാൽഡിയൻ സിറിയൻ കോളേജ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങ് ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കൽതായ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ മാർ അപ്രൈ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. മാർ ഔഗ്യൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ അനുസ്മരണ പ്രഭാഷണം നടത്തി. NC ഫ്രാൻസിസ്, VT റോയ്, ഡേവിസ് തേർമഠം, TR ഗ്ലാഡ്സ്റ്റൺ, ഫാദർ റൂണോ വർഗീസ് എന്നിവർ സംസാരിച്ചു. മികച്ച സൺഡേ സ്കൂളിനുള്ള ട്രോഫിയും SSLC +2 അവാർഡ് ദാനവും ഇതോടൊപ്പം നടന്നു. മഴക്കാലമെത്തിയാൽ റോഡിലെ ദുരിതയാത്ര ജനത്തിന് വിധിച്ചതാണ്. അപകടങ്ങളും മരണങ്ങളും തുടരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അനങ്ങാപ്പാറ നയം തന്നെ. സൂക്ഷിക്കുക, നിങ്ങൾ റോഡിലാണ്. കാലവർഷം ശക്തമായതോടെ പാലിയേക്കര ദേശീയപാതയിലെ യാത്ര ദുരിതക്കെണിയാകുന്നു. മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ചുങ്കപ്പാതയാണ് കുഴികൾ നിറഞ്ഞ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കോടികൾ ചിലവിട്ട് നിർമ്മിച്ചു എന്നവകാശപ്പെടുന്ന റോഡിലാണ് സഞ്ചാര ദുരിതം അനുഭവിക്കുന്നത്.
ആറുവരിപ്പാതയിലെ എല്ലാ ട്രാക്കുകളിലും വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതുമൂലം വാഹനാപകടങ്ങൾ പെരുകുകയാണ്. കുഴികൾ കാണുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളും നിരവധിയാണ്. ഭീമമായ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന പാതയാണിത്. റോഡിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് ടോൾ കൊടുക്കുമ്പോൾ പരാതി പറയാമെന്ന് വെച്ചാലും രക്ഷയില്ല. ടോൾ ബൂത്തിലിരിക്കുന്ന ജീവനക്കാർക്ക് മലയാളം അറിയില്ല. ടോൾ റോഡുകളിലെ ദുരിതയാത്രയെക്കുറിച്ച് എത്ര പരാതിപ്പെട്ടാലും അനങ്ങാപ്പാറ നയമാണ് കമ്പനി പുലർത്തിപ്പോരുന്നത്. ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുള്ള അപകട മേഖലകളിലെ സിഗ്നൽ ലൈറ്റുകൾ ഒന്നും പ്രവർത്തിക്കാത്തത് കൂടുതൽ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. പുതുക്കാട്, ആമ്പല്ലൂർ, കൊടകര, പോട്ട, ചാലക്കുടി മേഖലകളിൽ ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ദേശീയപാതയിൽ 6 മാസത്തിനുള്ളിൽ നിരവധി മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. അപകടത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ എണ്ണം ഇതിലുമേറെയാണ്. അശാസ്ത്രീയമായ പാതയുടെ നിർമ്മാണവും കൃത്യമായ സിഗ്നൽ സംവിധാനമില്ലാത്തതും മൂലമാണ് അപകടങ്ങൾ പെരുകുന്നത്. ഡ്രെയിനേജുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. പ്രധാന ജംഗ്ഷനുകളിലും ഡ്രെയിനേജുകൾ ഇല്ലാത്തതുമൂലം വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സ്റ്റോപ്പുകളിൽ നിർത്തുന്നതിൽ കൃത്യത പാലിക്കാത്തത് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. ദേശീയപാതയിലെ കുഴികളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനവുമായി എത്തുന്ന പോലീസ് പോലും കുഴികൾ അടയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ടോൾ കമ്പനിക്ക് നൽകുന്നില്ല. ടോൾ കൊടുക്കാൻ വിധിക്കപ്പെട്ട ജനങ്ങൾ തന്നെ ടോൾ കമ്പനിയുണ്ടാക്കുന്ന ദുരിതവും അനുഭവിച്ചു തീർക്കുകയാണ്. കുഴികളും വെള്ളക്കെട്ടുകളും ഗതാഗതക്കുരുക്കുകളും മറികടന്ന് ജീവനും കൊണ്ട് തിരിച്ചെത്തുന്നവരെ പിടിച്ചു പറിക്കാനിരിക്കുന്ന കൊള്ളക്കാരെ പോലെയാണ് ടോൾ കമ്പനിയെന്നാണ് പ്ലാസ കടന്നെത്തുന്ന വാഹനയാത്രക്കാർ പറയുന്നത്. TCB ക്യാമറാമാൻ ഷിബി പോട്ടൂർ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം നടന്നു. തൃശൂർ എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന ചടങ്ങ് സിനിമാ സംവിധായകൻ ബാബു നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ലിയോണ ലിഷോയ് CD പ്രകാശനം നിർവഹിച്ചു. TCB സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാൽ CD ഏറ്റുവാങ്ങി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് യൂട്യൂബ് റിലീസ് നിർവഹിച്ചു. ടൗൺ ഈസ്റ്റ് CI ബിജു, തൃശൂർ ട്രാഫിക് SI TN ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് സിനിമാ പ്രദർശനം സ്വിച്ച് ഓൺ ചെയ്തു. ചിത്രത്തിന്റെ നാമകരണം ചടങ്ങിൽ വ്യത്യസ്ത രീതിയിലാണ് നടന്നത്. പ്രേക്ഷകർ ചിത്രം കണ്ട ശേഷം നൽകിയതിൽ നിന്നും തെരഞ്ഞെടുത്ത പേരാണ് ചിത്രത്തിന് നൽകിയത്. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടും പൂനം റഹീമും ചേർന്ന് ഹ്രസ്വചിത്രത്തിന്റെ നാമകരണം നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധനസമാഹരണത്തിനായി തൃശൂർ ലിറ്റിൽ ഫ്ലവർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച സംഗീത സന്ധ്യ ലയ സാന്ത്വന തൃശൂരിൽ അരങ്ങേറി. കോവിലകത്തുംപാടം ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മേയർ രാജൻ ജെ പല്ലൻ സംഗീത സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നാൻസി അക്കരപ്പറ്റി, സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് ചിറ്റിലപ്പള്ളി, വൈസ് ചെയർമാൻ ജേക്കബ് ചെങ്ങലായി, PD ജോബ്, BP നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് 4 സ്ട്രിങ്സ് മനോജ് ജോർജും പിന്നണി ഗായകൻ നജീം അർഷാദും ചേർന്ന് നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ഇടവേള. വാർത്തയിലേക്ക്. തൃശൂരിൽ ബോയ്സ് ഹോസ്റ്റലിൽ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ശങ്കരയ്യർ ജംഗ്ഷന് സമീപത്തെ ബാസ് പാലസ് ബോയ്സ് ഹോസ്റ്റലിലായിരുന്നു സംഭവം. ഗ്യാസ് ചോർന്ന് സിലിണ്ടറിലേക്ക് തീ പടരുകയായിരുന്നു. വിദ്യാർത്ഥികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ച് ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് മാറ്റി. തൃശൂർ ജില്ലാ സൗഹൃദ വേദിയുടെ കുടുംബസംഗമം തൃശൂർ ശ്രീശങ്കര ഹാളിൽ നടന്നു. തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി മുഖ്യ രക്ഷാധികാരി പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ അധ്യക്ഷനായിരുന്നു. CN ജയദേവൻ MP മുഖ്യപ്രഭാഷണം നടത്തി. KV അബ്ദുൽ ഖാദർ MLA, മേയർ രാജൻ ജെ പല്ലൻ, ഫാദർ വാൾട്ടർ തേലപ്പള്ളി, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, സൗഹൃദവേദി പ്രസിഡന്റ് BK സലീം, ജനറൽ സെക്രട്ടറി CT ലോഹിതാക്ഷൻ, പ്രൊഫസർ KB ഉണ്ണിത്താൻ, ഡോക്ടർ ആനന്ദം, ഡോക്ടർ ശ്രീദേവി, KM അനിൽ, KR ജയരാജൻ, P മുഹ്സിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സൗഹൃദ സദ്യ, ഗാനമേള, ജയരാജ് വാര്യർ ഷോ എന്നിവയും ഉണ്ടായി. ആവണി അവിട്ടത്തോടനുബന്ധിച്ച് തമിഴ് ബ്രാഹ്മണർ പൂണൂൽ മാറ്റുന്ന ചടങ്ങായ ഉപാകർമ്മം തൃശൂർ നടുവിൽ മഠത്തിൽ നടന്നു. പാണ്ഡ്യ സമൂഹമഠം ആചാര്യൻ സുരേഷ് വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മയജ്ഞം, മഹാസങ്കല്പം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഹാണ്ടർഷി ഹോമവും നടന്നു. കാഴ്ചവട്ടം. നിരവധി തട്ടിപ്പുകൾ ആഘോഷമായി അരങ്ങേറുന്ന കേരളത്തിൽ അന്ധവിശ്വാസത്തിന്റെയും മന്ത്രവാദത്തിന്റെയും പിറകെ പോകാനും
ധാരാളം ആളുകളെ കിട്ടുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊടുങ്ങല്ലൂർ അഴീക്കോട് അരങ്ങേറിയ സ്വർണ്ണത്തട്ടിപ്പിന്റെ കഥ. അന്ധവിശ്വാസങ്ങൾക്കും അർത്ഥമില്ലാത്ത അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി വിലപ്പെട്ട സമയവും ജീവനും നഷ്ടപ്പെടുത്തുന്നവരുടെ പരിതാപകരമായ കാഴ്ചകളിലേക്ക്. കൈനോട്ടം, ഭാവി പറച്ചിൽ, ശത്രുസംഹാരം, ഒടിയൻ വയ്പ്, കാലദോഷം, ബാധ ഒഴിപ്പിക്കൽ, നല്ല സമയം, പ്രേതങ്ങളും ഭൂതങ്ങളും പിശാചുക്കളും, പൊരുത്തം, ആഭിചാരക്രിയകൾ, സൂത്രത്തിൽ ധനമുണ്ടാക്കൽ, മന്ത്രവാദം, ഊശാന്താടിക്കാരായ സിദ്ധന്മാരുടെ കുരുട്ടു ചികിത്സ, ആൾദൈവങ്ങൾ, ദൈവത്തെ കൊച്ചാക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ തുടങ്ങിയ മണ്ടത്തരങ്ങളുടെ പിറകെയാണ് ഇന്ന് മലയാളികൾ. അഴീക്കോട് മേനോൻ ബസാറിൽ നടന്ന മന്ത്രവാദ തട്ടിപ്പ് ഏറ്റവും ഒടുവിലത്തെ രസകരമായ സംഭവം. 5 അംഗ നീർക്കോലി തട്ടിപ്പ് സംഘം വരുന്നു കൈനോട്ടക്കാരായി. വീട്ടമ്മയോട് വീട്ടിൽ ദോഷമുണ്ടെന്ന് തട്ടിവിടുന്നു. പാവം വീട്ടമ്മ കിടുങ്ങി. പിന്നെ രഹസ്യമായി വീട്ടമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ പ്രവചിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലേ, ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ, ഈശ്വര ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് വീട്ടമ്മ. ദോഷപരിഹാരത്തിന് വഴിയുണ്ട്. വീട്ടമ്മയ്ക്ക് ആശ്വാസം. അങ്ങനെ പുത്തൻകുരിശ് പത്താങ്കല്ല് സ്വദേശികളായ 3 വനിതാ പൂജനീയ കൈനോട്ട സ്പെഷ്യലിസ്റ്റുകളും 2 ശിങ്കിടി മന്ത്രവാദ അസിസ്റ്റന്റുമാരും 7 പവനും 5000 രൂപയും തട്ടിയെടുക്കുന്നു. ദോഷപരിഹാരത്തിനാണ് ഈ ദോഷൈക ദൃക്കുകൾ ഈ തുക വാങ്ങിയതും വീട്ടമ്മ കൊടുത്തതും. പ്രതികൾ ഇപ്പോൾ ജയിലിലിരുന്ന് കൈനോക്കുകയാണ്. നിങ്ങൾക്ക് നല്ല കാലം വരുന്നു എന്ന് കേൾക്കാൻ ആർക്കും സുഖമുള്ള കാര്യമാണ്. ഈ സൂത്രത്തിലാണ് ആനുകാലികങ്ങളിൽ നിങ്ങളുടെ നാളെ പങ്ക്തികൾ എഴുതുന്നത്. നിങ്ങൾക്ക് ദോഷമുണ്ടെന്ന് കണ്ണുരുട്ടി പറഞ്ഞാൽ ആരും കിടുങ്ങും. അതും ചൂഷണത്തിന്റെ മറ്റൊരു വഴി. അങ്ങനെയാണ് സിദ്ധന്മാരും മന്ത്രവാദികളും ആൾദൈവങ്ങളും പൂജനീയ പരിശുദ്ധ തപസ്വിനി പെൺദൈവങ്ങളും ആടിത്തിമർക്കുന്നത്. അവർക്ക് പൂവിട്ട് പരവതാനി വിരിക്കാൻ കുറെ നട്ടലില്ലാത്തവരും അന്ധവിശ്വാസികളും വിവരദോഷികളും ക്യൂ നിൽക്കുന്നു. കുരുട്ടു സിദ്ധന്മാർക്ക് പ്രേതബാധ ഭൂതകൾ മാറ്റാനാകും എന്ന് വിശ്വസിക്കുന്നവരാണ് വിദ്യാസമ്പന്നരായ നമ്മൾ. കരിനാഗപ്പള്ളി തഴവയിൽ ഹസീന എന്ന യുവതിയെ ബാധയൊഴിപ്പിക്കാനെന്ന പേരിൽ ഒരു ഊശാന്താടി സിദ്ധൻ മർദ്ദിച്ച് ചവിട്ടി തലയടിച്ചു കൊല്ലുന്നത് നോക്കി നിന്നു സ്വന്തം ബാപ്പയും ഉമ്മയും സഹോദരന്മാരും. മന്ത്രവാദ തട്ടിപ്പിന് മുന്നിൽ ഒരു പാവം യുവതിയെ അങ്ങനെ ബലി കൊടുത്ത സംഭവം കേരളം കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം അമീർ അലി എന്ന തട്ടിപ്പ് ഗുരുജി നടവരമ്പ് സ്വദേശിയെ മന്ത്രവാദം പറഞ്ഞ് തട്ടിക്കുകയും തട്ടിയെടുക്കുകയും ചെയ്തു. തനിക്ക് പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ളവ തീർക്കാൻ കഴിയുമെന്നും ഒരേ സമയം പല സ്ഥലങ്ങളിൽ ദർശനം നൽകാൻ കഴിയുമെന്നും അമീർ അലി എന്ന കള്ളമന്ത്രവാദി പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. ഇയാൾക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസമേയുള്ളൂ. ബിടെക് എഞ്ചിനീയറായ യുവതിയുടെ സഹോദരനെയാണ് ഇയാൾ ആദ്യം പറ്റിച്ചത്. മന്ത്രവാദത്തിനു മുന്നിൽ ബിടെക്കും MBBSും മുട്ടുമടക്കും. യുവതിയുടെ ഭർത്താവിന്റെ കടങ്ങൾ വീട്ടാമെന്ന് ആദ്യ വാഗ്ദാനം കേട്ടപാടെ യുവതി മയങ്ങി. ഭർത്താവിന്റെ സുഹൃത്തു വഴി അറിഞ്ഞ കാര്യങ്ങൾ യുവതിയോട് ഇയാൾ മണിയായി പ്രവചിച്ചപ്പോൾ അമീർ അലി സാക്ഷാൽ ദൈവമായി. ഇയാൾ ദിവസവും മണിക്കൂറുകളോളം യുവതിയുമായി മൊബൈലിൽ സംസാരിച്ചിരുന്നു അത്രേ. മൊബൈൽ തന്നെ ഒരു പിശാചാണ്. അമീർ അലി എന്ന കുരുട്ടു പിശാചിന് പിന്നെ മറ്റെന്തു വേണം? മണിക്കൂറുകളോളം മൊബൈലിൽ കൊഞ്ചുന്ന ആരാണ് ചെളിക്കുണ്ടിൽ വീണുപോകാത്തത്? കുടുംബത്തിന്റെ ദോഷം മാറണമെങ്കിലുള്ള മരുന്ന് യുവതി വേറെ കല്യാണം കഴിക്കലാണെന്ന് അമീർ അലി പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഒടുവിൽ താൻ തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അലി യുവതിയെ വശീകരിച്ച് മലപ്പുറത്തേക്ക് കടന്നു. എടപ്പാൾ മാറഞ്ചേരിയിൽ അപസ്മാരബാധയുള്ള ഗർഭിണിയായ ഫർസാന എന്ന യുവതി മരിച്ചത് ചികിത്സ നൽകാതെ മന്ത്രവാദ ചികിത്സ നടത്തിയതിനാൽ. ഫർസാനയിൽ ജിന്ന് കയറിയത്രേ. വീട്ടിൽ ജിന്ന് കയറാതിരിക്കാൻ ചുറ്റും കയർ കെട്ടി ഫർസാനയെ മന്ത്രവാദ കേന്ദ്രത്തിൽ കൊണ്ടുപോയി. മന്ത്രവാദ കേന്ദ്രത്തിൽ നിരവധി ജിന്നുമാർ നിന്ന് ഊതുകയായിരുന്നുവെന്ന് ബന്ധു മുഹമ്മദ് ഷക്കീസ് പറഞ്ഞു. വിശ്വാസത്തിന്റെ പോക്ക് ജിന്നുകളിലേക്ക്, പ്രേതബാധ പിശാചുകളിലേക്ക്. ഈ കഥകൾ ഇവിടെ നിൽക്കട്ടെ. വയറ്റിപ്പഴപ്പിനുള്ള പുതിയ തട്ടിപ്പുകളുമായി ഇനിയും ഊശാന്താടിക്കാരും സിദ്ധന്മാരും എത്തും. ശേഷം ഭാഗം സ്ക്രീനിൽ. അനുബന്ധം: തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ ബെന്നറ്റ് എബ്രഹാം കോടികൾ നൽകി എന്ന് തെളിഞ്ഞതിനാൽ CPIയിൽ കൂട്ട അച്ചടക്ക നടപടി വന്നു. ബെന്നറ്റ് എന്ന സിദ്ധനെ അങ്ങനെ ഒടുവിൽ തിരിച്ചറിഞ്ഞു. എല്ലാ സിദ്ധന്മാരുടെയും അടിസ്ഥാന ചൂണ്ട ഈ കോടികളാണെന്ന് നാം എത്ര കേട്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിലും വാഴുക ബെന്നറ്റുമാർ, മാർട്ടിന്മാർ, സിദ്ധന്മാർ. ശുഭം.
മാതാവിന്റെ ചികിത്സാ ചിലവിന് പണമില്ലാതെ മക്കൾ സഹായം തേടുന്നു. വല്ലച്ചിറ പഞ്ചായത്തിലെ പല്ലിശ്ശേരി വലിയ വീട്ടിൽ പരേതനായ ശരവണന്റെ ഭാര്യ മിനിക്കാണ് തലച്ചോറിൽ രൂപപ്പെട്ട മുഴ നീക്കം ചെയ്യുന്നതിനും ചികിത്സാ ചിലവിനുമായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. കൂർക്കഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മിനിക്ക് അടിയന്തര ഓപ്പറേഷൻ നടത്തുന്നതിന് പണമില്ലാത്ത അവസ്ഥയിലാണ് 16ഉം 14ഉം വയസ്സുള്ള മക്കൾ. ഇവരുടെ ചികിത്സയ്ക്കായി 1.5 ലക്ഷത്തോളം ചിലവ് വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. സ്വന്തമായി വീട് പോലുമില്ലാത്ത മിനി ഏറെ നാളായി വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി നോക്കുകയായിരുന്നു. രോഗബാധിതയായതിനെ തുടർന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. മക്കളായ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശരണിനും +1 വിദ്യാർത്ഥി ശ്രാവണിനും തുണയാകുന്നത് ബന്ധുക്കളാണ്. കരുണയുടെ സഹായഹസ്തങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മക്കൾ. ധനസഹായം നൽകുവാൻ താൽപ്പര്യമുള്ളവർ 9745824690 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒളരിക്കര പള്ളി വികാരിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇടവകാംഗങ്ങളുടെ പ്രകടനം. 7 വർഷമായി പള്ളി വികാരിയായി തുടരുന്ന ഫാദർ പോൾ വട്ടക്കുഴിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം ഇടവകാംഗങ്ങൾ പള്ളി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്ലക്കാർഡും ബാനറുകളുമായി പള്ളിയിലേക്ക് പ്രകടനം നടത്തിയത്. വികാരി 4 കോടി രൂപയുടെ ബാധ്യത വരുത്തിവെച്ചു എന്ന് ഇവർ ആരോപിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ടൗൺ വെസ്റ്റ് CI രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. കേരള കർഷക സംഘം തൃശൂർ ഏരിയ കൺവെൻഷൻ വിയ്യൂരിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AM കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ KJ ഒനീൽ ക്ലാസ് എടുത്തു. ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, AS കുട്ടി, CPM തൃശൂർ ഏരിയ സെക്രട്ടറി PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിൽ വ്യാജ ആധാരങ്ങൾ കാണിച്ച് സ്വകാര്യ ബാങ്കിൽ നിന്ന് പണം തട്ടിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നുപേടിക സ്വദേശി വാലിപ്പറമ്പിൽ ചോലയിൽ രാജീവാണ് അറസ്റ്റിലായത്. 2002 SBIയുടെ വാടാനപ്പള്ളി ശാഖയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് കേസ്. മുൻപ് എടമുട്ടത്ത് താമസിച്ചിരുന്ന ഇയാളെ വാടാനപ്പള്ളി SI K മാധവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. കലാമണ്ഡലത്തിലെ വികസന പ്രവർത്തനം ലക്ഷങ്ങൾ പാഴാക്കിയാണെന്ന് ആരോപണം. കലാമണ്ഡലത്തിലെ ക്യൂരിയോ ഷോപ്പ് കെട്ടിടം പൊളിക്കുന്നതാണ് ഒടുവിലത്തെ തെളിവ്. 2006 കലാമണ്ഡലം കൂത്തമ്പലത്തിന് മുന്നിൽ 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 8 വർഷത്തിന് ശേഷം യാതൊരു കേടുപാടുകളും സംഭവിക്കാത്ത കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിച്ച് പ്രദർശനം നടത്തുന്നതിന് കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കായാണ് കെട്ടിടം നിർമ്മിച്ചതെങ്കിലും കുറച്ചുനാൾ വിദ്യാർത്ഥികൾ കളരി അഭ്യസിച്ചതല്ലാതെ ക്യൂരിയോ ഷോപ്പിന്റെ ലക്ഷ്യം നടപ്പായിരുന്നില്ല. കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ കൂത്തമ്പലം മറച്ച് ക്യൂരിയോ ഷോപ്പ് നിർമ്മിക്കാൻ പാടില്ലെന്ന് അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ അത് വകവയ്ക്കാതെയാണ് അന്നത്തെ ഭരണസമിതി കെട്ടിടം നിർമ്മിച്ചത്. ഈ സ്ഥലത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിനാണ് കെട്ടിടം പൊളിക്കുന്നതെന്ന് ഇപ്പോഴത്തെ ഭരണസമിതി പറയുന്നു. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഭരണസമിതി പാഴാക്കി കളയുന്നത്. ഇതിനെതിരെ സർക്കാരും ജനപ്രതിനിധികളും നടപടിയെടുക്കണമെന്നാണ് കലാസ്നേഹികളുടെ ആവശ്യം. കേരള മഹിളാ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. CMP കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം CA അജീർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ ഫെഡറേഷൻ ജില്ലാ ട്രഷറർ സിന്ധു സുധീപ് അധ്യക്ഷത വഹിച്ചു. CMP ജില്ലാ സെക്രട്ടറി PRN നമ്പീസൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KK ചന്ദ്രൻ, KSYF ജില്ലാ സെക്രട്ടറി MB ജയലാൽ, മഹിളാ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി MA ഗിരിജ, ജയന്തി ശശിധരൻ, അഡ്വക്കേറ്റ് സാം സക്രിയാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി പുനഃസംഘടനയ്ക്ക് തുടക്കമായി. 2016 കോൺഗ്രസ് ബൂത്തുകളിൽ കമ്മിറ്റി രൂപീകരണം നടന്നു. പുതുക്കാട്, കാഞ്ഞൂപ്പാടത്ത് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്ക്. മദ്യം വിൽക്കുന്നവരോ കഴിക്കുന്നവരോ ഗുരുദേവന്റെ ശിഷ്യരല്ലെന്ന് ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി ഗുരുപ്രസാദ് സ്വാമികൾ. മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ നശിപ്പിക്കുകയാണെന്നും സ്വാമികൾ. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് കൈവന്നിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. സംഘടനാ ഭാരവാഹികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് ഉചിതമെന്നും മന്ത്രി. കുന്നംകുളം കരിക്കാടിൽ സ്വകാര്യ ബസ് ഓട്ടോയിലിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ബസിന്റെ അമിത വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഗ്രാമവാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം.